Hello students, here is a second question from system of particles. Here is a question: when a disk rolls over a horizontal surface, it has both translation and rotation kinetic energy. Which energy is greater? ഒരു ഡിസ്ക് ഹൊറിസോണ്ടൽ സർഫസിലൂടെ റോൾ ചെയ്യാണ്. അപ്പോൾ അതിന് ട്രാൻസ്ലേഷൻ കൈനറ്റിക് എനർജി ഉണ്ട്, റൊട്ടേഷൻ കൈനറ്റിക് എനർജി ഉണ്ട്. ഏതാണ് കൂടുതൽ? സോ കൈനറ്റിക് എനർജി റൊട്ടേഷൻ ഹാഫ് ഐ ഒമേഗ സ്ക്വയർ ആണ്. കാരണം ട്രാൻസ്ലേഷന്റെ ഇക്വേഷൻ അറിയാം, ഹാഫ് എം വി സ്ക്വയർ. എമ്മിന് പകരം ഐ കൊടുക്കും, വിക്ക് പകരം ഒമേഗ കൊടുക്കും. സോ ഹാഫ് ഐ ഒമേഗ സ്ക്വയർ. ഇനി ഡിസ്ക് ആകുമ്പോൾ നമുക്കറിയാം ഡിസ്കിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ ആക്സിസ് പാസിംഗ് ടു സെന്റർ ഐ ഈക്വൽ ടു എം ആർ സ്ക്വയർ ബൈ 2 ആണ്. ആൻഡ് ഒമേഗ ഈക്വൽ ടു വി ബൈ ആർ. അപ്പോൾ ഐ ഈക്വൽ ടു എം ആർ സ്ക്വയർ ബൈ 2 ആൻഡ് ഒമേഗ മീൻസ് വി ബൈ ആർ. സോ ഒമേഗ സ്ക്വയർ വി സ്ക്വയർ ബൈ ആർ സ്ക്വയർ. ഇത് ശ്രദ്ധിക്കേണ്ട കേസ് ഇതാണ്. ഡിസ്കിന്റെ കേസ് ആയതുകൊണ്ടാണ് എം ആർ സ്ക്വയർ ബൈ 2 എടുത്തത്. റിംഗ് ആണെങ്കിൽ എം ആർ സ്ക്വയർ എടുക്കും. ഇനി ഏതാണോ ചോദിക്കുന്നത് അതിനനുസരിച്ച് കൈനറ്റിക് എനർജി റൊട്ടേഷന്റെ ഐ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അത് മാറിക്കൊണ്ടിരിക്കും. കാരണം ഓരോ ഒബ്ജക്റ്റിനും മൊമെന്റ് ഓഫ് ഇനേഷ്യ ഡിഫറെന്റ് ആണ്. അവിടെ ഡിസ്ക് എന്ന് ചോദിച്ചതുകൊണ്ടാണ് എം ആർ സ്ക്വയർ ബൈ 2 എന്ന് എടുക്കാൻ കാരണം. നമ്മൾ ഇതേ സിമിലർ പ്രോബ്ലം റിംഗിന് നെക്സ്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാവും. അപ്പോൾ എം ആർ സ്ക്വയർ ബൈ 2 ഇൻറ്റു വി സ്ക്വയർ ബൈ ആർ സ്ക്വയർ, അല്ല ആർ സ്ക്വയർ ക്യാൻസൽ ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടും ഹാഫ് എം വി സ്ക്വയർ ബൈ 2. സോ കൈനറ്റിക് എനർജി റൊട്ടേഷൻ എന്ന് പറയുന്നത് ഹാഫ് എം വി സ്ക്വയർ ബൈ 2 ആണ്. നമുക്കറിയാം കൈനറ്റിക് എനർജി ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് എം വി സ്ക്വയർ ബൈ 2 ആണ്. സോ കൈനറ്റിക് എനർജി റൊട്ടേഷൻ ഇസ് ഈക്വൽ ടു ഹാഫ് കൈനറ്റിക് എനർജി ഓഫ് ട്രാൻസ്ലേഷൻ. അപ്പോൾ റൊട്ടേഷൻ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ട്രാൻസ്ലേഷന്റെ പകുതിയേ ഉള്ളൂ. അതിനർത്ഥം ട്രാൻസ്ലേഷൻ കൈനറ്റിക് എനർജിയാണ് റൊട്ടേഷൻ കൈനറ്റിക് എനർജിയേക്കാളും കൂടുതൽ. അപ്പോൾ ഇത് നമുക്ക് ക്ലിയർ ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു ഡിസ്ക് ഹൊറിസോണ്ടൽ സർഫസിലൂടെ മൂവ് ചെയ്യുമ്പോൾ അതിന് ട്രാൻസ്ലേഷൻ കൈനറ്റിക് എനർജി ഉണ്ട്, റൊട്ടേഷൻ കൈനറ്റിക് എനർജി ഉണ്ട്. പക്ഷേ ട്രാൻസ്ലേഷൻ കൈനറ്റിക് എനർജി റൊട്ടേഷൻ കൈനറ്റിക് എനർജിയേക്കാളും കൂടുതലാണ്, 2 മടങ്ങാണത്. കാരണം 1/2 കൈനറ്റിക്, അല്ലെങ്കിൽ നമുക്കറിയാം 2 കൈനറ്റിക് എനർജി റൊട്ടേഷൻ ഇസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി ട്രാൻസ്ലേഷൻ. ദാറ്റ് മീൻസ് ട്രാൻസ്ലേഷൻ കൈനറ്റിക് എനർജിയാണ് ഇവിടെ കൂടുതൽ. Next question: when a ring rolls over a horizontal surface, it has both translation and rotation kinetic energy. Which energy is greater? അതായത് ഡിസ്കിന്റെ കേസ് മാറ്റി റിംഗ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണ് മാറുക. മൊമെന്റ് ഓഫ് ഇനേഷ്യ ഹാഫ് ഐ ഒമേഗ സ്ക്വയർ ഇക്വേഷനിൽ ഐ മാറും. ദാറ്റ് ഇസ് ഐ ഈക്വൽ ടു എം ആർ സ്ക്വയർ. കാരണം റിംഗിന്റെ കേസ് നമുക്കറിയാം മൊമെന്റ് ഓഫ് ഇനേഷ്യ ദ ആക്സിസ് വിച്ച് ഇസ് പാസിംഗ് ദ സെന്റർ ഈസ് ഈക്വൽ ടു എം ആർ സ്ക്വയർ ആൻഡ് ഒമേഗ ഈക്വൽ ടു വി ബൈ ആർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ ആർ സ്ക്വയർ ക്യാൻസൽ ചെയ്തു. സോ ഹാഫ് എം വി സ്ക്വയർ. അപ്പോൾ റൊട്ടേഷൻ കൈനറ്റിക് എനർജി ഹാഫ് എം വി സ്ക്വയർ ആണ്. നമുക്ക് ട്രാൻസ്ലേഷൻ കൈനറ്റിക് എനർജി അറിയാം, അതും ഹാഫ് എം വി സ്ക്വയർ ആണ്. സോ ദാറ്റ് ഈസ് ട്രാൻസ്ലേഷൻ കൈനറ്റിക് എനർജി ആൻഡ് റൊട്ടേഷൻ കൈനറ്റിക് എനർജി ആർ ഈക്വൽ. അപ്പോൾ ഇതുപോലെ നമുക്ക് സ്പിയർ, സോളിഡ് സ്പിയർ, ഹോളോ സ്പിയർ എന്ത് ചോദിച്ചാലും ചെയ്യാൻ പറ്റും. പക്ഷെ ആ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് അറിയേണ്ട ഒരു കാര്യം മൊമെന്റ് ഓഫ് ഇനേഷ്യ അറിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ചാപ്റ്റർ എടുക്കുമ്പോൾ തന്നെ പറഞ്ഞൊരു കാര്യമാണ്, എല്ലാ ഒബ്ജക്ട്സിന്റെയും മൊമെന്റ് ഓഫ് ഇനേഷ്യ പെർഫെക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ നമ്മൾ പഠിക്കുക തന്നെ വേണം. And the last question: a ring, disc and a sphere, all of same radius and same mass, roll down on a inclined plane from same height h. Which will reach the bottom at first and at last? അതായത് റിംഗ്, ഡിസ്ക്, സ്പിയർ 3 എണ്ണമാണ്. ആ 3 എണ്ണം ഒരു ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിൽ നിന്ന് ഉരുട്ടി വിടുകയാണ്, ഒരു സെയിം ഹൈറ്റിൽ നിന്ന് ഉരുട്ടി വിടുകയാണ്. 3ന്റെ മാസും റേഡിയസും സെയിം ആണ്. എങ്കിൽ ഏതാണ് ആദ്യം എത്തുക, ഏതാണ് അവസാനം എത്തുക എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൽ നമുക്ക് മൊമെന്റ് ഓഫ് ഇനേഷ്യ ബേസ്ഡ് ആയിട്ടാണ് ഇതിന്റെ ആൻസർ പറയേണ്ടത്. കാരണം മൊമെന്റ് ഓഫ് ഇനേഷ്യയും വെലോസിറ്റിയും കൂടി ക്ലബ് ചെയ്യുന്ന ഇക്വേഷൻസ് വെച്ചിട്ടാണ് ഇതിന്റെ ആൻസർ നമുക്ക് പറയേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ എഴുതുന്നു. കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് ബോത്ത് ട്രാൻസ്ലേഷൻ ആൻഡ് റൊട്ടേഷൻ. രണ്ടും ഉണ്ട്. കൈനറ്റിക് എനർജി റൊട്ടേഷൻ പ്ലസ് കൈനറ്റിക് എനർജി ട്രാൻസ്ലേഷൻ കൂടി കൂട്ടിയാലാണ് നമുക്ക് എന്ത് കിട്ടുക, ടോട്ടൽ കൈനറ്റിക് എനർജി കിട്ടുക. കൈനറ്റിക് എനർജി ഓഫ് റൊട്ടേഷൻ മീൻസ് ഹാഫ് ഐ ഒമേഗ സ്ക്വയർ ആൻഡ് കൈനറ്റിക് എനർജി ട്രാൻസ്ലേഷൻ ഹാഫ് എം വി സ്ക്വയർ. അപ്പോൾ ഹാഫ് എം വി സ്ക്വയർ എന്ന് പറയുന്നത് ട്രാൻസ്ലേഷനെയാണ്, ഹാഫ് ഐ ഒമേഗ സ്ക്വയർ എന്ന് പറയുന്നത് റൊട്ടേഷനെയാണ്. അപ്പോൾ ഒമേഗ എന്ന് പറയുന്നത് നമുക്ക് വി സ്ക്വയർ ബൈ ആർ സ്ക്വയർ കൊടുക്കാം. സോ ആ ഇക്വേഷൻ എങ്ങനെയാവും? ഹാഫ് എം വി സ്ക്വയർ ഇൻറ്റു ഹാഫ് ഐ വി സ്ക്വയർ ബൈ ആർ സ്ക്വയർ. അതിൽ നമുക്ക് കോമൺ ആയ ടേംസിൻ്റെ പുറത്തെടുക്കാം. ദാറ്റ് ഈസ് ഹാഫ് വി സ്ക്വയർ പുറത്തെടുത്തു. അപ്പോൾ ഫസ്റ്റ് ടേമിൽ എം വരും, സെക്കൻഡ് ടേമിൽ ഐ ബൈ ആർ സ്ക്വയർ വരും. ഇതേ ഇക്വേഷൻ നമ്മൾ റേഡിയസ് ഓഫ് ഗൈറേഷൻ ഇന്നലെ എക്സ്പ്ലെയിൻ ചെയ്താണ്. അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് മനസ്സിലാക്കി തരുന്ന ഇങ്ങനെയാണ്: മൊമെന്റ് ഓഫ് ഇനേഷ്യ കൂടിയാൽ വെലോസിറ്റി കുറയുമെന്നാണ്. കാരണം കൈനറ്റിക് എനർജി കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ വി കൂടുന്തോറും ഐ കുറയും. അപ്പോൾ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഇൻക്രീസസ്, വെലോസിറ്റി ഡിക്രീസസ്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഏതാണ് ആദ്യം എത്തുക, ഏതാണ് അവസാനം എത്തുക എന്നാണ്. അതിനർത്ഥം വെലോസിറ്റി കുറഞ്ഞത് ആദ്യം, പിന്നെ അവസാനം എത്തും. വെലോസിറ്റി കൂടിയത് ആദ്യം എത്തും. അപ്പോൾ തിരിച്ചു പറയാം, മൊമെന്റ് ഓഫ് ഇനേഷ്യ ഏതിനാണോ കൂടുതൽ അതിന് വെലോസിറ്റി കുറവായിരിക്കും. അപ്പോൾ നമുക്കറിയാം റിംഗിനാണ് ഏറ്റവും കൂടുതൽ എന്ത് മൊമെന്റ് ഓഫ് ഇനേഷ്യ. റിംഗിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത് എം ആർ സ്ക്വയർ ആണ്. ഡിസ്കിന്റെ എന്ന് പറഞ്ഞാൽ എം ആർ സ്ക്വയർ ബൈ 2 ആണ്. സ്പിയർ ആകുമ്പോൾ ശ്രദ്ധിക്കണം, 2 സ്പിയർ ഉണ്ട്, ഹോളോ സ്പിയറും സോളിഡ് സ്പിയറും. ഹോളോ സ്പിയർ ആകുമ്പോൾ 2/3 എം ആർ സ്ക്വയർ ആണ്. സോളിഡ് സ്പിയർ ആകുമ്പോൾ 2/5 എം ആർ സ്ക്വയർ ആണ്. ഇവിടെ
എന്ത് സ്പിയർ ആയിക്കോട്ടെ ഡിസ്കിനെക്കാളും റിങ്ങിനെക്കാളും സ്പിയറിന് എന്തായിരിക്കും കുറവായിരിക്കും. പക്ഷേ ഹോളോ സ്പിയറും സോളിഡ് സ്പിയറും ശ്രദ്ധിക്കണം. അതായത് ഭൂമിന്റെ കേസ് ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ സോളിഡ് സ്പിയർ എടുക്കുക 2/5 mr². ഹോളോ ആകുമ്പോൾ മൊമെന്റ് ഓഫ് ഇനേഷ്യ സോളിഡിനെക്കാളും കൂടും 2/3 mr². അപ്പോൾ റിംഗ് ഡിസ്ക് സ്പിയറിന്റെ കേസിൽ റിങ്ങിന്റെ mr² ആണ്, ഡിസ്കിന്റെ mr²/2 ആണ്. സ്പിയറിന്റെ കേസിൽ ഹോളോ ആകുമ്പോൾ 2/3 mr², സോളിഡ് ആകുമ്പോൾ 2/5 mr². അപ്പോൾ ഈ കേസ് നമുക്കറിയാം റിങ്ങിനാണ് ഏറ്റവും മൊമെന്റ് ഓഫ് ഇനേഷ്യ കൂടുതൽ. അപ്പോൾ റിങ്ങിന് മൊമെന്റ് ഓഫ് ഇനേഷ്യ കൂടുതൽ പറയുമ്പോൾ റിങ്ങിന്റെ വെലോസിറ്റി ആണ് ഏറ്റവും കുറയുക. അപ്പോൾ റിങ് അവസാനം എത്തും, സ്പിയർ ആണ് എന്ത് ചെയ്യുക ആദ്യം എത്തുക. അപ്പോൾ ഇതുപോലെ റിങ് ഡിസ്ക് സ്പിയർ പോലെ തന്നെ ഹോളോ സിലിണ്ടർ, അതുപോലെ തന്നെ സോളിഡ് സിലിണ്ടർ ഒക്കെ ശ്രദ്ധിക്കും. അപ്പോൾ ശ്രദ്ധിക്കുക, ഹോളോ സിലിണ്ടർ എന്ന് പറഞ്ഞാൽ mr² വരിക, സോളിഡ് സിലിണ്ടർ mr²/2 ആണ് വരിക. കാരണം റിങ്ങുകൾ കൂട്ടിച്ചേർത്ത് ഹോളോ സിലിണ്ടർ ആവുന്നത്, ഡിസ്കുകൾ കൂട്ടിച്ചേർത്ത് ഒരു സോളിഡ് സിലിണ്ടർ ആവുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഓർക്കണം. അപ്പോൾ ഇതെല്ലാം ചെയ്യാനും മൊമെന്റ് ഓഫ് ഇനേഷ്യ അറിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ചെയ്യാൻ പറ്റുള്ളൂ. സോ ഹോപ്പ് ദിസ് കൺസെപ്റ്റ് ക്ലിയർ. Thank you for watching. Thank you.